ഒട്ടുമിക്ക ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പെപ്റ്റിക് അൾസർ എന്താണ്, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് ക്ലിനിക്കലി ഇതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും, ഹോമിയോപ്പതിയിലുള്ള സാധ്യത, ഇതിന്റെ ട്രീറ്റ്മെന്റിനുള്ള സാധ്യത എന്നുള്ളതൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മളുടെ വായ തൊട്ട് മലദ്വാരം വരെയുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ, ആ ഒരു കുഴലിനെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കുഴലിന്റെ ഉൾവശം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വഴുവഴുപ്പുള്ള അല്ലെങ്കിൽ ഒരു മിനുസമുള്ള ഒരു സ്കിന്ന് കൊണ്ടാണ്. നമ്മൾ വായിലൊക്കെ തൊട്ട് നോക്കി അറിയാം, വളരെ വഴുവഴുത്ത ഒരു സ്കിന്നാണ്. ഇതിനെ മ്യൂക്കസ് മെമ്പറൈൻ എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് എപ്പോഴും ഒരു കൊഴുത്ത ദ്രാവകം മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു മ്യൂക്കസ് മെമ്പറൈനും ഈ ഒരു മ്യൂക്കസും ഒക്കെയാണ് നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോയിസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. എന്നാൽ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ അല്ലെങ്കിൽ ഈ ഒരു മ്യൂക്കസ് മെമ്പറൈനിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള പുണ്ണുകൾ ഫോം ചെയ്യാം, അല്ലെങ്കിൽ വടുക്കൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് അൾസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് വായിലുണ്ടാവാം, വയറ്റിലുണ്ടാവാം, കുടലിലുണ്ടാവാം, അങ്ങനെ പല രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പുണ്ണ് ഫോം ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ പുണ്ണ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണ്. എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഇത് മലിനമാക്കിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുക വഴിയാണ് ഇത് നമ്മുടെ ഉള്ളിലെത്തുന്നത്. ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസിനെ കാർന്ന് തിന്നു തുടങ്ങും. അപ്പൊ അത് വളരെ കാലങ്ങൾ കൊണ്ട് ഈ ഒരു ഇൻഫെക്ഷന്റെ ഒരു കാലയളവുകൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു അൾസേഴ്സ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മൾ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ വയറെന്ന് പറയുന്നത് ഒരു അഗ്നികുണ്ഡം എന്നാണ് പറയുന്നത്. വളരെയേറെ നമ്മളെ നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഡൈജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ എല്ലാത്തിനെയും ദഹിപ്പിച്ച് കളയാനുള്ള അത്രയും ഒരു പവർ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിനുണ്ട്, അല്ലെങ്കിൽ വയറിനുള്ളിലുള്ള ആസിഡുകൾക്കുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസ് വന്ന് നമ്മളുടെ ആ ഒരു മ്യൂക്കസ് മെംബ്രെയിനിനെ ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അൾസേഴ്സ് ഫോം ചെയ്യാം. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ആൻസൈറ്റി, സ്ട്രെസ്, ടെൻഷൻ ഒക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള ഹോർമോൺസ്, കെമിക്കൽസ് ഒക്കെ ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മളുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസിനെ ദഹിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടും. അങ്ങനെയും നമുക്ക് അൾസേഴ്സ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അമിതമായിട്ട് പുക വലിക്കുന്നവർക്ക്, അമിതമായിട്ട് മദ്യപിക്കുന്നവർക്കൊക്കെ ഈ ഒരു അൾസർ ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻസ്, വൈറ്റമിൻ B12 അല്ലെങ്കിൽ വൈറ്റമിൻ D ഒക്കെ കുറവുണ്ട്, അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് തീരെ കഴിക്കുന്നില്ല, നമ്മുടെ ഗട്ട് ഹെൽത്തിനുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ തീരെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ അൾസേഴ്സ് ഫോം ചെയ്യാനുള്ള ഒരു കാരണമാകാറുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, വളരെ അസഹനീയമായിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും അല്ലെ, സ്റ്റൊമക് പെയിൻ ആയിരിക്കും അൾസർ ഉള്ള എല്ലാ രോഗികളിലും കാണുന്നത്. അത് പലപ്പോഴും ഒരു ബെല്ലി ബട്ടന്റെ അല്ലെങ്കിൽ നമ്മുടെ പുക്കിളിന്റെ മുകൾ ഭാഗത്തായിരിക്കും അനുഭവപ്പെടുന്നത്. നമുക്ക് വിശക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു വേദന അതിന്റെ ഇന്റൻസിറ്റിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഒരു വേദന അസഹനീയമാവുന്നത്. നമ്മുടെ വയറ് കാലിയാവുന്ന സമയത്തായിരിക്കും ഈ ഒരു വേദന കണ്ടമാനം കൂടുന്നത്. നമ്മൾ എന്തെങ്കിലും എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേദന പതുക്കെ കുറയുന്നതായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അൾസേഴ്സ് കണ്ടമാനം കൂടുതലാണ്, നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ രക്തം ഛർദ്ദിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മലദ്വാരത്തിൽ കൂടി രക്തം പോകാനും ഒക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാൽ ബ്ലോട്ടിങ്, വയറ് കെട്ടി വീർക്കുന്ന പോലെ ഒരു തോന്നൽ വരാം. പെട്ടെന്ന് വയറ് നിറയുന്നത് പോലെ, തീരെ അമിതമായിട്ട് അധികമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിശപ്പ് കുറവ് വരുന്നു എന്നുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ ഇതിന്റെ കൂടെ കാണാം. വയറ്റിൽ എന്തോ ഓടി നടക്കുന്നത് പോലെ ഒക്കെ തോന്നാറുണ്ട് അല്ലെ. പിന്നെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടല് പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഇതോടൊപ്പം നമുക്ക് അനീമിയ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്റേണൽ ബ്ലീഡിങ്, ഈ അൾസേഴ്സിൽ നിന്നൊക്കെ ബ്ലീഡിങ് സംഭവിച്ചിട്ട് അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തളർച്ച വരാം, വെയിറ്റ് ലോസ് വരാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ അക്കമ്പനി ചെയ്ത് വരാവുന്നതാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, സ്റ്റൊമക് അൾസർ പിന്നീട് ഭാവിയിൽ ക്യാൻസർ ആയിട്ട് മാറുമോ, സ്റ്റൊമക് ക്യാൻസർ ആയിട്ട് മാറുമോ എന്നുള്ളതാണ്. ഇങ്ങനെ സ്റ്റൊമക് ക്യാൻസേഴ്സ്
അതായത് ഈ അൾസേഴ്സ് ഭാവിയിൽ ക്യാൻസർ ആയിട്ട് മാറുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ സ്റ്റൊമക് ക്യാൻസറിന്റെ ഒരു തുടക്കത്തിൽ പലപ്പോഴും പ്രൈമറി സ്റ്റേജിലൊക്കെ പലപ്പോഴും സ്റ്റൊമക്കിൽ ചെറിയ ചെറിയ വടുക്കൾ ഫോം ചെയ്യാറുണ്ട്. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എൻഡോസ്കോപ്പി എന്നുള്ള ഒരു മെത്തേഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂൾ ഫോമിലുള്ള ഒരു ക്യാമറ ഉള്ളിലേക്ക് കടത്തി വിട്ടതിന് ശേഷം വിഷ്വലൈസ് ചെയ്ത് നോക്കുന്നതാണ് ആ സ്റ്റൊമക്കിന്റെ ഭിത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ആ ഒരു മ്യൂക്കസ് മെമ്പറിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് എന്താണ് അൾസേഴ്സിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ ഒരു ലീഷൻസ് അതിൽ നിന്നും സെൽസ് ഒക്കെ കളക്ട് ചെയ്ത് ബയോപ്സി വഴി ഇത് ക്യാൻസറസ് ലീഷൻസ് ആണോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഈ ഒരു എൻഡോസ്കോപ്പി വഴി കൂടുതലാണ്. ഇനി നമുക്ക് ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ തരം അൾസേഴ്സിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് വരാതെ എങ്ങനെ തടയാമെന്ന് നോക്കുന്നതാണല്ലോ എളുപ്പം. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഒക്കെ പയറ് വിശന്ന് കാലിയാക്കി ഇടാതെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള തൈര് ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. വൈറ്റമിൻ B12 തൈരിൽ ആന്റി ഓക്സിഡന്റ് ആണ്, അത് തൈരിൽ അടങ്ങിയിട്ടുണ്ട്, പലതരത്തിലുള്ള ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ മെന്റൽ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് എൻഗേജ്മെന്റ് തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസത്തിന്റെ കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. അതുപോലെ ആൽക്കഹോള്, സ്മോക്കിംഗ് പോലെയുള്ള ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രിക് കംപ്ലൈൻസിനെ എല്ലാം ഒരു പരിധി വരെ തടയാനായിട്ട് സാധ്യമാണ്.